എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന പാലക്കാട് LDCയിലെ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ അനിൽകുമാർ. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആദ്യം നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിരിക്കുന്നത്? ഹി കെയിം ഏർലി ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ, ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് അതെടുത്തിട്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കി അതിനനുസരിച്ച് പിന്നെ നോട്ട് വേണോ വേണ്ടോ എന്ന് ചേർത്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺ എഴുതിയാൽ മതി, അല്ലെ? സബ്ജക്റ്റിന്റെ പ്രൊനൗൺ എഴുതിയാൽ മതി. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ വെർബ് നോക്കുകയാണ് ചെയ്യുക, അല്ലെ? ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നാലും മെയിൻ വെർബ് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഓക്സിലറി എടുക്കുക എന്നുള്ളതാണ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണ് നമ്മൾ മെയിൻ വെർബ് നോക്കിയിട്ട് അതിൽ ഉള്ള ഓക്സിലറി കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ മെയിൻ വെർബ് ഏതാണ്? കെയിം ആണ്, അല്ലേ? കെയിം ആണ് മെയിൻ വെർബ്. സോ കെയിം മെയിൻ വെർബ് ആണ്. കെയിം മെയിൻ വെർബ് ആണെങ്കിൽ അത് ഏത് മെയിൻ വെർബ് ആണ്, അതായത് അതിന്റെ ടെൻസ് ഏതാണ്, അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഏതിൽ പെടുന്നതാണ്? V1 V2 V3 ഈ പറയുന്ന ഏതിലാണ് കെയിം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പൊ കെയിം എന്നുള്ളതിന്റെ V1 എന്താണ്? ബേസ് ഫോം ഓഫ് ദ വെർബ് കം ആണ്, അല്ലെ? V2 എന്താണ്? കെയിം. V3 എന്താണ്? കം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടി കെയിം എന്നുള്ളത് V2 ആണ്. V2 എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്, അല്ലെ? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ഇതേതാണ്? പ്രസന്റ് ആണ്. പ്രസന്റ്. അപ്പൊ V3 എന്താ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിനെയാണ് നമ്മൾ V3 എന്ന് വിളിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. സോ പാസ്റ്റ് ടെൻസിലുള്ള വെർബാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പാസ്റ്റ് ടെൻസിലുള്ള വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് പീസാക്കണം. രണ്ട് പീസാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എങ്ങനെ രണ്ട് പീസാക്കാം നോക്കൂ. ഓരോ പാസ്റ്റ് ടെൻസിലുള്ള വെർബും, അതായത് ഓരോ V2 ഫോമിലുള്ള വെർബും അതിന്റെ V1 ഫോമിലുള്ള വെർബിനോട് ഡിഡ് ചേർന്നതാണ് എന്ന് ഓർമ്മ വരണം. ഡിഡ് പ്ലസ് V1 ആണ് അതിന്റെ V2 എന്ന് പറയുന്നത്. അത് ഏത് V2 ഫോമിലുള്ള വെർബ് ആണെങ്കിലും ശരി. അപ്പൊ നോക്കൂ, ഡിഡ് പ്ലസ് കം ആണ് എന്ത്? കെയിം. ഡിഡ് പ്ലസ് കം ആണ് എന്ത് പറയുക നമ്മള്? കെയിം എന്ന് പറയുക. ഇങ്ങനെ നമുക്ക് കെയിമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കെയിം എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡിഡ് പ്ലസ് കം എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഓക്സിലറി എടുക്കാൻ പറ്റുക. ഡിഡ് എന്നുള്ളത് ഓക്സിലറി ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഡിഡ് എന്നുള്ള ഓക്സിലറി എഴുതി. ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് നെഗറ്റീവ് ടാഗ് ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ ഡിഡിൻറ്റ് എന്നാക്കി, അല്ലെ? ഡിഡിൻറ്റ്. ഇനി തന്നിരിക്കുന്ന സബ്ജക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊനൗൺ ആണ് എടുക്കേണ്ടത്. ഇവിടെ പ്രൊനൗൺ തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെടുത്താൽ മതി? ആ പ്രൊനൗൺ തന്നെ എടുത്താൽ മതി. ഡിഡിൻറ്റ് ഹി. ഇതാണ് ഓപ്ഷനിൽ വരുന്നത്. ഓപ്ഷനിൽ ഡിഡിൻറ്റ് ഹി ഉണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഒരു വെർബ് കണ്ടു കഴിഞ്ഞാൽ അത് V2 ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഓക്സിലറി പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഓർമ്മിക്കേണ്ടുള്ളൂ. ഏത് V2 ഫോമിലുള്ള വെർബ് ആണെങ്കിലും അത് അതിന്റെ V1 ഫോമിനോട് ഡിഡ് ചേർന്നതാണെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിഡ് എന്നുള്ളത് എന്ത്? ഓക്സിലറി ആണ്. ആ ഓക്സിലറി നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, walk
walked, walked. ഇ ഡി ചേർന്ന ഫോം തന്നെയാണ് V2 V3 വരുന്നത്. അപ്പോൾ V2 ഇ ഡി ചേർന്ന ഫോം ആണെങ്കിൽ അതിന്റെ V3യും ഇ ഡി ചേർന്ന ഫോം തന്നെയായിരിക്കും. ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എവിടെയാണ്? V3 എടുക്കേണ്ട സമയങ്ങളിലാണ്. അതായത് ഹാഡ് പ്ലസ് V3 ഒക്കെ എടുക്കേണ്ട സമയങ്ങളിൽ ഈ ഒരു സംഭവം നമുക്ക് വളരെ ഉപയോഗപ്രദമാവും. ഈ ഒരു അറിവ്, ഏതറിവ്? ഇ ഡി ചേർന്ന രൂപം V2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതേ രൂപം തന്നെയായിരിക്കും V3യും എന്നുള്ള രൂപം. റെഗുലർ വെർബ്സ് എന്നാണ് അങ്ങനെയുള്ള വെർബ്സിനെ പറയുന്നത്. റെഗുലർ വെർബ്സ് എന്നാണ് പറയുക. അപ്പോ ഈ V2നെ നമ്മൾ മാറ്റാണ്. വാക്ക്ഡ് എന്നുള്ളത് V2 ആണല്ലോ. V2നെ നമ്മൾ മാറ്റുന്നു. എങ്ങനെ? ഇതേപോലെ മാറ്റുന്നു. എങ്ങനെ മാറ്റുക? V2നെ മാറ്റുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഡ് പ്ലസ് V1 ആയിരിക്കും. അതിന്റെ V1 ഏതാണ്? വാക്ക് അല്ലേ? ഡിഡ് പ്ലസ് വാക്ക് ആണ് എന്തായി മാറുന്നത്? വാക്ക്ഡ് ആയി മാറുന്നത്. അപ്പോഴും നമുക്ക് അവിടെ എന്താണ് കിട്ടുക? ഡിഡ് എന്നുള്ള ഓക്സിലറി ആണ് കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു V2 ഫോം എന്ന് നമ്മൾ ഓക്സിലറി പുറത്തേക്ക് എടുക്കുന്നത്. ഓക്സിലറി ഡയറക്റ്റ് ആയി തന്നിട്ടില്ലെങ്കിൽ മെയിൻ വെർബ് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓക്സിലറി പുറത്തേക്ക് എടുക്കുന്നത്? V2 എന്നുള്ള വെർബിന്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ആവശ്യമായി വന്നത്. അതുകൊണ്ടാണ് അത് നോക്കിയത്. അപ്പോൾ ഈ വന്ന ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. ഇനി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ഞങ്ങൾ വൈകി എത്തി എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ അവർ പറഞ്ഞു അവർ വൈകി എത്തി എന്നാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം എന്ത് ചേർക്കണം? നമ്മൾ ദാറ്റ് എന്ന് ചേർക്കണം അല്ലേ? അപ്പൊ ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ്? ദേ സെഡ്. സെഡ് എന്ന് പറയുന്ന ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചേർത്തു? ദാറ്റ് എന്ന് ചേർത്തു. ഓക്കെ, സോ ദേ സെഡ് ദാറ്റ് എന്നാൽ. ഇനി പ്രൊനൗൺ മാറ്റണം. പ്രൊനൗൺ ഏതാ? വി. വി എന്നുള്ളത് മാറ്റുമ്പോൾ എന്താവും? അവർ ഞങ്ങൾ എത്തി എന്നല്ലേ പറഞ്ഞു? ഞങ്ങൾ വൈകി എത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു അവർ വൈകി എത്തി എന്ന്. സോ വി എന്നുള്ളത് എന്തായി മാറി? ദേ ആയി മാറി. ഇനി വേർബ് നോക്കണം. കാരണം ടെൻസ് മാറ്റാനുണ്ട്. അറൈവ്ഡ് ആണ് വേർബ്. സിമ്പിൾ പാസ്റ്റിലാണ്. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അതായത് ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റണം. ഹാഡ് എഴുതി V3 ഏത് തന്നെയാണ്? അറൈവ്ഡ് എന്ന് തന്നെയാണ് V3 എന്ന് പറയുന്നത് അല്ലേ? സോ ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ്. ഈ ബാക്കി എന്താണ്? ലേറ്റ്. സോ ഇതാണ് ഇതിലെ ആൻസർ വരിക. ഓപ്ഷനിൽ എന്താ ആൻസർ? ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. സോ നമ്മൾ മാറ്റിയ കാര്യങ്ങൾ വി എന്നുള്ള പ്രൊനൗൺ ദേ ആയി മാറി. അറൈവ്ഡ് എന്നുള്ള വെർബ് സിമ്പിൾ പാസ്റ്റിലാണ്. അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറ്റി. അതായത് ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോമിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ രണ്ട് ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇഫ് ക്ലോസ് ഉണ്ട്. ഇഫ് ക്ലോസ് അടുത്ത ക്ലാസ്സിൽ പറയാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും എടുക്കുമെന്ന്. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ, വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളവും ഇംഗ്ലീഷും നമ്മൾ എടുക്കുന്നതായിരിക്കും.